3 ടൈം ചാമ്പ്യന്മാരായ കൊൽക്കത്തയുടെ അവസ്ഥ വളരെ ശോകവും പരിതാപകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം മഴ കാരണം കിട്ടിയ ഒരു പോയിന്റ് മാത്രമാണ് അവരുടെ ഇത്രയും നാളായിട്ടുള്ള സമ്പാദ്യം. ഇതുവരെ കളിച്ച് ജയിച്ച് ഒരു പോയിന്റ് നേടാൻ അവർക്ക് ഈ ഒരു ടൂർണമെന്റിൽ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് എന്താണ് അതിൻ്റെ കാരണം, എന്താണ് അതിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കറക്ഷൻ മെത്തേഡ്, ഉള്ള റിസോഴ്സിനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ. അപ്പം ഇന്നലത്തെ കളി തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഗുജറാത്ത് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അപ്പം നമുക്കറിയാം തുടക്കത്തിൽ തന്നെ രഹാനയുടെ വിക്കറ്റ് പോയി. അത് കഴിഞ്ഞ് വൺ ഡൗൺ ആയിട്ട് വന്ന അടുത്ത ബാറ്റ്സ്മാൻ്റെ വിക്കറ്റ് പോയി, അതായത് രഘുവൻഷി. അപ്പോഴത്തേക്ക് തന്നെ കൊൽക്കത്ത പകുതി പ്രതിരോധത്തിലേക്ക് പോയി. പിന്നെ ആദ്യത്തെ അവസരം ലഭിച്ച ഈ ടൂർണമെൻറ്റിൽ ആദ്യത്തെ അവസരം ലഭിച്ച സിഫായിട്ട് ഒന്ന് പൊരുത്തി നോക്കിയെങ്കിലും വേഗം തന്നെ പുള്ളിയുടെ വിക്കറ്റും പോയി. പിന്നെ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഗ്രീന് കുറച്ച് ചാൻസസ് ഒക്കെ കിട്ടി. കുറച്ച് നേരം ഒന്ന് മുട്ടിക്കളിച്ചിട്ടാണെങ്കിലും പുള്ളി ഒരു എന്താ പറയുക കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ളൊരു ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. എന്നാലും 143 ആവറേജ് സ്ട്രൈക്ക് റേറ്റ് ആണ് ഗ്രീനിന് വന്നത്. അപ്പോൾ ഒരു 143 സ്ട്രൈക്ക് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ ശുഭ്മാൻ ഗില്ലിൻ്റെ സ്റ്റൈലിലുള്ള ഒരു ബാറ്റിംഗ് ആണത്. അതൊട്ടും T20ക്ക് ചേരുന്ന ഒരു പ്രകടനമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പുള്ളിയുടെ കൂടെ പാർട്ണർഷിപ്പിനുണ്ടായിരുന്ന വെസ്റ്റ് ഇൻഡീസ് പവർ ഹിറ്റർ റോമൻ പവൽ, ആ ഒരു പവർ ഹിറ്റർ എന്നുള്ള പേരിന് ചേർന്ന ഒരു പ്രകടനമല്ല പുള്ളി ഉടനീളം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഫിനിഷർ റിങ്കു സിംഗ്. അപ്പോൾ റിങ്കു സിംഗിനെയൊക്കെ വളരെ ലോവർ ഓർഡറിലാണ് ബാറ്റിംഗ് നടക്കുന്നത്. പുള്ളിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്ന കുറച്ച് ബോൾസ് ഒക്കെ ഒന്ന് ഫേസ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി പഴയ ഫോമിലേക്കൊക്കെ വന്ന് ഒരു ആവറേജ് ഇന്നലത്തെ കളിയിൽ 180, ചിലപ്പോൾ 180 എന്നുള്ള 200 അല്ലെങ്കിൽ 200 പൊക്കത്തിൽ പോകാൻ പറ്റിയിരുന്നേ ഉറപ്പായിട്ടും കൊൽക്കത്തയ്ക്ക് ജയിച്ചായിരുന്നു. കാരണം ഇന്നലെ ഗില്ലിൻ്റെ വിക്കറ്റ് പോയി കഴിഞ്ഞ് ഇവർ ഗുജറാത്ത് കളി ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് ഓവറിലാണ് കളി ഫിനിഷ് ചെയ്തത്. ഏകദേശം 19.4 ഓവേഴ്സിലാണ് കളി തീർന്നത്. അപ്പം ഒരു 20-30 റൺ എക്സ്ട്രാ വന്നിരുന്നെങ്കിൽ ചിലപ്പം റിസൾട്ട് തന്നെ വേറെ പോയേനെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൊൽക്കത്തയുടെ അപ്രോച്ച് ചേഞ്ച് ആണ്. അതായത് കൊൽക്കത്തയ്ക്ക് ഇപ്പം വളരെ മികച്ചൊരു ഓപ്പണിംഗ് ഓപ്ഷൻ ബെഞ്ചിലുണ്ട്. അതായത് ഫോം ഔട്ട് ആവുന്ന നമുക്കറിയാവുന്ന ഒരു ഫിന്നലൻ ആൻഡ് ന്യൂസിലൻഡിൻ്റെ ടിം സിഫേർഡ്. അവർ T20യിൽ ഒരുമിച്ച് ഓപ്പൺ ചെയ്ത ഒരു ജോഡിയാണ്. അപ്പം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവും. അപ്പം റഹാന വൺ ഡൗൺ ആയിട്ട് ഇറങ്ങിയിട്ട് ഇവരെ രണ്ടുപേരും ഓപ്പണിലേക്ക് വിടണം. ഫോമിലല്ലാത്ത റോമാൻ പവലിനെ മാറ്റിയിട്ട് വീണ്ടും അവരുടെ കയ്യിൽ ബെഞ്ചിലിരിക്കുന്ന ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ഉണ്ട്, റച്ചിൻ രവീന്ദ്ര. പുള്ളിയെ കൊണ്ടുവരികയാണെങ്കിൽ റഹാനയ്ക്ക് പകരം വേണമെങ്കിൽ വൺ ഡൗൺ ഇറക്കാം, ഇനിയല്ല ഓപ്പണിംഗ് ഇറക്കണമെങ്കിൽ ഓപ്പണിംഗ് ഇറക്കാം. ആവശ്യത്തിന് സ്പിന്ന് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബോളർ, അതായത് ഇപ്പം വരുൺ ചക്രവർത്തി, സുനിൽ നരേനുമായിരുന്നു അവരുടെ സ്പിന്നിൻ്റെ ഒരു ശക്തി കേന്ദ്രം അല്ലെങ്കിൽ ഒരു പവർ ഹൗസ് എന്ന് നമുക്ക് പറയാൻ പറ്റിയിരുന്നത്. അപ്പം അവരും ഉദ്ദേശിച്ച അത്ര ഒരു ഫോമിലേക്കല്ല വരുന്നത്. നമുക്കറിയാം വരുൺ ചക്രവർത്തി ഓൾറെഡി വേൾഡ് കപ്പിലും വളരെ നിരാശാജനകമായ ഒരു ഫോമിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പുള്ളി അതേ ഒരു നിരാശാജനകമായ ഫോം തന്നെയാണ് IPL-ലും തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പുള്ളിക്ക് 2 വിക്കറ്റ് വീഴ്ത്താനായി എങ്കിലും പറയുവാണെങ്കിൽ പുള്ളിയുടെ ഒരു ഫുൾ പൊട്ടൻഷ്യലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് റച്ചിൻ രവീന്ദ്രയെ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കൊൽക്കത്തയുടെ ബോളിംഗ് ആണ്. അവർ മനസ്സിൽ കണ്ട് വെച്ച ഒരു ബോളിംഗ് നിരയിലെ എല്ലാവരും തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു റീസൺ കൊണ്ട് അവരാരും അവൈലബിൾ അല്ല. അതായത് ഹർഷിത് റാണ, പിന്നെ മുസ്തഫിർ റഹ്മാൻ, ഇവരൊക്കെ നല്ലൊരു ബോളേഴ്സ് ആയിരുന്നു ആക്ച്വലി. പക്ഷേ എന്ത് ചെയ്യാനാണ്, അൺഫോർച്ചുനേറ്റ് അല്ലെന്ന് വേറൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ദേ നീഡ് ടു ലീവ് ടു ദാറ്റ്. അവർ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ അവരുടെ ബോളേഴ്സിനെ കൺവേ ചെയ്ത് എന്താണ് ലൈൻ ആൻഡ് ലെന്ത് എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. പവർ പ്ലേയിൽ വിക്കറ്റ് വീഴുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അവരുടെ കോച്ചാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ട്വിക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കൊൽക്കത്തയ്ക്ക് ഉറപ്പായിട്ടും തിരിച്ച് വീണ്ടും വിജയിച്ചു തുടങ്ങാനാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം എന്തായാലും ആദ്യത്തെ 5 കളി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും 2 കളിയും കൂടെ കഴിഞ്ഞാൽ ടൂർണമെൻറ്റ് ഹാഫ് സ്റ്റേജ് എന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനിയെങ്കിലും അടുപ്പിച്ച് കളികൾ ജയിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൊൽക്കത്തയ്ക്ക് ടോപ്പ് 4 ഫിനിഷ് എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല ഇപ്പോഴും. പക്ഷേ ദേ നീഡ് ടു ടേക്ക് സം ബ്രേവ് കോൾസ്. അവരുടെ ബെഞ്ചിലിരിക്കുന്ന ത്രിപാഠി, മനീഷ് പാണ്ഡെ, ഇവരൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ കാമറൺ ഗ്രീൻ 25 കോടി കൊടുത്തെന്ന് പറയുന്ന ഒരു ബാധ്യതയായിട്ട് കണ്ട് പുള്ളിയെ വീണ്ടും കളിപ്പിച്ചുകൊണ്ടിരിക്കാണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് ആപ്റ്റ് ആവുന്ന ഒരു പൊസിഷൻ കൊടുക്കും. എപ്പോഴും ഈ ബാറ്റിംഗ് ലൈനപ്പ് ഇങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും എസ്റ്റാബ്ലിഷ് ആകാൻ പറ്റില്ല. മെയിനായിട്ട് ഓപ്പണിങ്ങിൽ പൊളിച്ചു പണിയേണ്ടി വരും. നമുക്കറിയാം രഹാനെ ആദ്യത്തെ കളികളൊക്കെ നല്ല സ്ട്രൈക്ക് റേറ്റോട് കളിച്ചു. പിന്നെ വന്ന കളികളിലൊന്നും പുള്ളിക്ക് കിട്ടിയ സ്റ്റാർട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇറ്റ്സ് ഓൾറെഡി ടൈം ദേ നീഡ് ടു ടേക്ക് സം ബ്രേവ് കോൾസ് ആൻഡ് ഡു ദ മോഡിഫിക്കേഷൻ ഓഫ് ദ പ്ലേയിങ് 11. എന്നെങ്കിൽ മാത്രമേ അവർക്ക് ഇനിയും ജയിച്ച് തിരിച്ചു വരാനായിട്ട് പറ്റൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയുള്ള കളികളൊക്കെ നോക്കാം. കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.